അക്ഷരമൊക്കെ വായിക്കാവോ? 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 പിള്ളേർക്ക് പഠിക്കണം. വീണയൊന്നും വന്നില്ലല്ലേ? ഇവനേക്ക് പകുതി ഇല്ല. എനിക്ക് പഠിത്തം തുടങ്ങിയിട്ട് അവധി കുറവാ. താമസമായി പിന്നെ നിങ്ങളൊക്കെ എവിടെ താമസിക്കണം? ഞങ്ങളിവിടെ എവിടെ? ഇവിടെ. ഇവിടെയോ? ആ പിന്നെ എവിടെയാ? ഗവൺമെന്റിന്റെ ആണോ ഇതോ? ഗവൺമെന്റിന്റെ അകത്താണോ അമ്മ താമസിക്കുന്നത്? ഗവൺമെന്റിന്റെ വീട്ടിലാണോ അമ്മ താമസിക്കുന്നത്? ഗവൺമെന്റ് നമുക്ക് തരുമോ? പൈസ ചെലവില്ലല്ലേ? ആ ഗവൺമെന്റിന്റെ അകത്ത് ചെന്നാൽ ഇങ്ങനെ താമസിക്കാൻ പറ്റിയില്ല. ആരൊക്കെ ഇവിടെ കിടക്കണേ? ആരൊക്കെ ഇവിടെ കിടക്കണേ? ആരൊക്കെ പേരെന്നാ? പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മ കുടുംബമായിട്ട് ജീവിക്കും. ആ എല്ലാവരും ഗവൺമെന്റ് കെട്ടിടത്തിലാണോ? ഗവൺമെന്റിന്റെ കെട്ടിടത്തിലാണോ? ഗവൺമെന്റിന്റെ കെട്ടിടത്തിലാണോ? ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഒന്നുമല്ല അല്ലേ? ഞങ്ങളെയാ. ആണോ? ഗവൺമെന്റ് ഇവിടെ ഒരു സാധനം ഇല്ല. ഒരു സാധനം തരുകയില്ല ഗവൺമെന്റ്. അവരാ പൈസ ഉണ്ടാക്കി മേടിച്ച കഴിയ. ഞാൻ പോയിട്ടില്ലേ? അമ്മ വരുന്നുണ്ടോ? ഞാൻ പോയിട്ടില്ലേ? പോരണ്ടേ? അമ്മ പോരണ്ടേന്ന് ചോദിക്കണ. പാവം അമ്മ അവിടെ വരെ യാത്ര ചെയ്യുവോ? അങ്ങ് പോണം, ദൂരെ പോണം. പിന്നെ ഞാൻ പോന്നില്ല. പക്ഷെ പോരാൻ ഇഷ്ടമായിരുന്നു. പ്ലാവിന്റെ മുകളിൽ പോയൊക്കെ കഴിക്കണം. അടുത്ത് പോകുമ്പം പോവാം. അടുത്ത് എറണാകുളത്തിന് പോവാം. നമുക്ക് എറണാകുളത്തിന് പോവാം. വരെ ഇരിക്കും, എനിക്കറിയത്തില്ല. എറണാകുളത്ത് ശരീരവേദന പറയുന്നത്. അതെന്തിനാ? അവിടെ നമുക്ക് ഒരു വീട്ടിൽ പോവാം. അവിടെ കുറെ ആൾക്കാരെ കാണാനുണ്ട്. അവിടെ പ്രാർത്ഥനയുണ്ടോ? രോഗം ചികിത്സയുണ്ടോ? ചികിത്സയൊന്നുമില്ല. ഇതെന്റെയാ. അമ്മ ഇവിടെ ഇരുന്നോളം കേട്ടോ. വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. തരുന്നതൊക്കെ കഴിച്ചോണം കേട്ടോ. ഇവര് തരുന്നതൊക്കെ കഴിച്ചോണം. നിങ്ങൾ എപ്പോഴാ വന്നെ? ഞാൻ 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഞാൻ മാത്രമേ പോണുള്ളൂ. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ? 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അയ്യോ അയ്യോ, എന്നെ പേടിയാണോ? അത്രയോ ഉണ്ടോ? അവിടെ താമസമാണോ? ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ നോക്കുന്നവരും വളർത്തുന്നവരൊക്കെ ആണോ? അമ്മ അത് പള്ളിയിൽ പോണ ശൗര്യാരി പണിയാണല്ലേ കാണാൻ പോണ? ശൗര്യാരി പണിയാണല്ലേ ശൗര്യാരി പുണ്യാണ് കാണാൻ പോണ? കാണാൻ പോണം. ശൗര്യാരി പുണ്യാളോ പുണ്യാളല്ലേ? പുണ്യാളും ആയതല്ലേ? പുണ്യാളിനെ കാണാനായിട്ടാണ് അവർ പോകുന്നത്. പുണ്യാളുടെ പ്രായത്തിലൊക്കെ എന്നാ നല്ല ഭയങ്കര പ്രായമായിരുന്നിട്ട് പുണ്യാളിനൊക്കെ എങ്ങനെയായത് അതാണ് മനസ്സിലാക്കണ്ടേ. ഇപ്പോൾ ഉള്ള മക്കളാണെങ്കിൽ ഞാൻ പോണതാണോ പ്രശ്നം? ഇപ്പോഴുള്ള മക്കളാണ് അങ്ങനെയൊക്കെ ചെയ്യല്ലേ? ഞാൻ പോവുക കിടക്കാൻ. ആണോ? ഞാൻ പോകട്ടെ. പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഞാൻ നിന്നിട്ടെന്താ കാര്യം? പ്രാർത്ഥിക്കണം. അമ്മേനെ കൊണ്ടുപോകണില്ലല്ലേ? അമ്മേനെ കൊണ്ടുപോകണില്ലെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാതെ എന്നെ ഒന്ന് കൊണ്ടുവിട്ടേരിയോ? വഴിയല്ല. അമ്മയ്ക്കൊരു ഉമ്മ തരട്ടെ. പോവാട്ടാ. എവിടെയും വരെ പോണം? അങ്ങ് പോണം കൂടെ. കൊറേ ദൂരെ പോണം. കൊറേ ദൂരെ പോണം. സ്ഥലത്തിന് പേരില്ലേ? ഗോവ. ഗോവ. ഗോവയോ? അയ്യോ, അപ്പൊ എന്നാ വന്നെ? 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇവിടെ താമസത്തിന് പോവാ? താമസത്തിന് പോവാ. 2 ദിവസം കറങ്ങി അവിടുത്തെ പള്ളിയൊക്കെ കണ്ടിട്ടേ വരുള്ളൂ. പള്ളിയും പുണ്യാളനെയൊക്കെ കണ്ടിട്ടേ വരുള്ളൂ. ശൗര്യാരി പുണ്യാളല്ലേ? ശൗര്യാരി പുണ്യാളന്റെ അടുത്ത് പോവാ. പള്ളി പുണ്യാളനൊക്കെ അങ്ങനെ ഉള്ള സ്ഥലം വഴി നമ്മൾ വിളിച്ചാൽ കേൾക്കുന്ന രീതിയിലാണ് അവർ ഇരിക്കുന്നത്. അതാണ് പുതിയതായിട്ട് നല്ല പണ്ടാലയം പോലെ അങ്ങനെ ഓരോ പള്ളിയിൽ എത്ര
കുട്ടിയാളന്മാരെ പേര് വിളിച്ച് തൂക്കക്കൂട്ടിനകത്താക്കുമായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. പ്രാർത്ഥനയും നൊവേനയും എല്ലാം ആയിട്ട് പിന്നെ കേമമായി തിരുനാളും വിറ്റാണ് കഴിക്കണത്. ഇപ്പോൾ ഇതൊന്നുമില്ല, എല്ലാം കുറഞ്ഞു കളയും. ഇപ്പോഴും ഉണ്ടമ്മ, എല്ലാം ഉണ്ട്. അന്തോ ഇല്ല ബന്ധവും ഇല്ല. ബന്ധം വെച്ച് പുണ്യാളന്മാർക്കും വിലയില്ല, പുണ്യാർത്ഥിമാർക്കും ഇല്ല, കത്തോലിക്ക സഭയ്ക്കും ഇല്ല, ഒന്നുമില്ല. എല്ലാ ദിവസവും പെരുന്നാളാ. എല്ലാ ദിവസവും പെരുന്നാളാണ്. വിശിഷ്ടമായി പോവാട്ടോ, ടാറ്റ. എപ്പോഴാ തന്നെ 2 ദിവസം കഴിയുമ്പോ അമ്മ ഇവരെ വിവാനെയൊക്കെ നോക്കിയേക്കണം, പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞാ വരുമോ? അങ്ങനെയാ. ഭക്ഷണമൊക്കെ ഇവര് തരും കറക്റ്റ് ആയിട്ട് കേട്ടോ. ഭക്ഷണമൊക്കെ തരും, അമ്മയ്ക്കൊരു കുറവും വരികയല്ല. ഭക്ഷണത്തിലുള്ള കാര്യമില്ല, എനിക്ക് 10 ഭക്ഷണമൊന്നും വേണ്ട. പിന്നെ ശരീരത്തിന് സുഖം ഉണ്ടാൽ മതി. ശരീരത്തിന് സുഖമില്ലേ? പല കാര്യങ്ങൾ നടത്താനില്ലേ. ഇവിടെ ഒരു കാര്യം അമ്മ നടത്തണ്ട കേട്ടോ. അമ്മ എന്നെ അവിടെ കൊണ്ടുവിട്ട സമയം. നീ എന്നാ വന്നെ? ഞാൻ 2 ദിവസം കഴിയുമ്പോൾ വരാം കേട്ടോ. 2 ദിവസം കഴിഞ്ഞോ? അത്രയും താമസമുണ്ടോ? എവിടെ വരെയും പോണതല്ലേ, ഇത്രയും പൈസയും കൊടുത്തു അന്നപ്പോഴത്തേക്കും. അവർ താമസിച്ച് പഠിക്കുവാണോ? പഠിക്കൊന്നും അല്ല, എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ അമ്മ, ഇനി ആരെന്നെ പഠിപ്പിക്കാൻ. ഫോണിന്റെ ചാർജർ ചേട്ടനോട് എടുക്കണ്ടെന്ന് അവൻ പറഞ്ഞു. ശരിയായി ചാർജ് ചെയ്യുന്ന നിങ്ങൾ വന്നേ എന്നാ? ഞാനോ 2 ദിവസം കഴിയുമ്പോ. 2 ദിവസം കഴിഞ്ഞേ വരുവോളൂ. അത് ശരി. യോമോ പോണില്ല. ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ഉണ്ടെന്നേ. ഇവിടെ ഉണ്ടോ? ആ, ഞാനും വിവാനും കൂടി ഉണ്ട്. ഇവിടെ മാത്രമേ പോണുള്ളൂ. പള്ളിയിൽ നിന്നേ, നമ്മുടെ പള്ളിയിൽ നിന്നുള്ള അമ്മച്ചിമാരൊക്കെ പോകുന്നുണ്ട്. കൂടെ പോണ പള്ളിയിൽ നിന്ന് അച്ഛൻ്റെ കൂടെ കുറെ അമ്മച്ചിമാരൊക്കെ ഗോവയ്ക്ക് പോകുന്നുണ്ട്. അച്ഛനില്ലേ? ആ, അച്ഛനും ഉണ്ട്, കൂടെ പോകുന്നുണ്ട്. അച്ഛനും കൂടെ പോകുന്നുണ്ടെന്നേ. ആ, ഇവരെല്ലാം അവിടെ കൊണ്ട് കാണിച്ചിട്ട് കൊണ്ടുവരാൻ പോയാലേ ഉള്ളൂ ഒരു സമാധാനവും. അല്ലാതെ സാധാരണയുള്ള മനുഷ്യരൊക്കെ പോയാൽ ഒരു സൗകര്യമില്ല. ഒന്നിനൊന്നിനും ഓരോ കോനാരം ഉണ്ടാക്കിക്കൊണ്ട് പോയി കിടന്നാ നേരെ ഒന്നും മരിയില്ലേ. നേരം വെളുക്കാറായി. നേരം വെളുക്കാറുന്നല്ലേ ഇപ്പം എങ്ങനെ നേരം വെളുക്കാം? സന്ധ്യ വൈകുന്നേരം. നീ എപ്പോഴാ വന്നെ? വരാന്ന് 2 ദിവസം കഴിയുമ്പോ വരാം. അല്ല ഇന്ന് വരുമോ? ഇന്ന് വരികയല്ല, ഇന്നിപ്പോ ഇത്ര സന്ധ്യ ആയില്ലേ. പിന്നെ എന്നാ? 2 ദിവസം കഴിയട്ടെ. ആഹാ, അവിടെ താമസാണോ? ആ, അത് ശരി. കഥയെല്ലാം തുറന്നിട്ടേക്കും. ആരുടെ പണിയാ ഇതെന്നതാ? എടുത്ത് പാത്ത് പോയി. പിന്നെ അമ്മ എവിടെ ഇല്ലേ? അപ്പോൾ പള്ളി കൊണ്ടാക്കാൻ പോകണം. ചോമളെ കൊണ്ട് പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. ഗോവൻ ട്രിപ്പ്. നിങ്ങളൊക്കെ നോക്കിയിരുന്നാൽ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാവും അറിയത്തില്ല. മൊബൈലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ചിലപ്പോൾ മൊബൈൽ ഒരു മൂലമായിരിക്കും, വീഡിയോ വേറെ വഴിയൊക്കെ പോകും. അത് നിങ്ങളധികം പ്രതീക്ഷിക്കണ്ട. ഗോവൻ ട്രിപ്പിൻ്റെ വീഡിയോ ഒന്നും ആരും അധികം പ്രതീക്ഷിക്കണ്ട. അറിയത്തില്ല എനിക്ക്. ഞാൻ അതേ ശ്രദ്ധിച്ചാണോ, ഞാൻ എവിടെയെങ്കിലും കടലിൽ ചെന്നിയാണോ? വേറെ 2-3 പേരുണ്ട്. അപ്പം അവരുടെ കൊടുത്ത് എടുക്കാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരിക്കലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, അതേ പറ്റുള്ളൂ. അപ്പം ഞാൻ പള്ളിയിലോട്ട് കൊണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. പള്ളിമുറ്റത്ത് കൊണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. പള്ളി കൊണ്ട് ആക്കി. ജോമോളേ. ആ, നമ്മുടെ പള്ളിയിൽ അവിടെ നിന്നല്ല പോകണേ. ആ, വരവ് 2 ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ. ജോലിക്ക് പോയതല്ല, ഗോവയ്ക്ക് പോയതല്ലേ. ഗോവയ്ക്ക് പള്ളിയിൽ പോയതാ, ഗോവപ്പള്ളി. ജോലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത്ര താമസിക്കണ്ടേ? കാര്യമില്ലല്ലോ. പള്ളിയിൽ പോയതാ. അത് ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അല്ല, പള്ളിയിൽ 2-3 ദിവസം താമസിക്കണം. എന്തിനാണേ? അത് ഈ ഇവിടുത്തെ പള്ളിയല്ല,
ഇവിടുത്തെ പള്ളിയിലല്ല പോയേക്കണേ, എവിടുത്തെ? പുറത്തുള്ള പള്ളിയിലാണ്. പുറത്തെ പള്ളിയിലോ? ആ അവിടെ വേറെ ആൾക്കാരില്ലേ? അവിടെ വേറെ ആൾക്കാരുണ്ട്. അല്ല, ഇവിടുന്ന് ടൂറായിട്ട് പോണ പള്ളി കാണാനായിട്ട്. പിന്നെ പള്ളിയിലെ ചടങ്ങെല്ലാം നോക്കി ചെയ്യാൻ ആളുണ്ടോ? പിന്നെ ഈ കടമൊക്കെ അടിച്ച് കുത്തിയുള്ളൂ. ആ ഇവിടെ ആരും വരാനില്ല. ഇനി ആരും വരാനൊന്നുമില്ല. പപ്പ വെച്ചിട്ട് നേരമായി വലിയ വന്നിട്ട് എന്ത് ചെയ്യണം? ആരെ? പപ്പ. പപ്പ ഏത് പപ്പ? ഏത് പപ്പായാ? ഏത് പപ്പ? ഇവിടുത്തെ പപ്പ ആരാ? രോമാൻ. രോമനല്ലേ നിൽക്കണേ? രോമനല്ലേ ഈ നിൽക്കുന്നേ? രോമാൻ അല്ലേ ഈ നിൽക്കുന്നേ? ഞാൻ എവിടെ? ഇത് എവിടെ? ഞാൻ. നീ നിൽക്കണത്. ഇനി ഏത് പപ്പായാ? അത് ശരിയായിരിക്കും. മറ്റേ ആള് മാറിയല്ലേ? ആള് മാറിപ്പോയോ? അവനെല്ലാം എവിടെ? ആര്? രോമാൻ. ആള് തന്നെയാ ഈ ആള്. ആള് തന്നെയാന്നേ ഈ ആള്. ആര്? ആള് തന്നെയാ ഈ ആള്. ആരൊക്കെ? ആള് തന്നെയാന്നേ ഈ ആളും. ജോമോൻ തന്നെയാ ഈ ജോമോനും. ആളിന്റെ ജോമോൻ തന്നെയാന്നേ ഈ ജോമോൻ. ആണോ? നീയാ? പിന്നെ അത് പറഞ്ഞാ മതി. അല്ല അമ്മയല്ലേ പറഞ്ഞ പപ്പ വന്ന് പോയെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല. നിനക്ക് നീ പോയിച്ച് വരുമ്പോൾ നിനക്കല്ലായിരുന്നോ? ആണോ? അത് കൊള്ളാം. ഇനി എന്നാ ചെയ്യാനാ? പോണ കിടക്കാനാണോ? ഇച്ചിരി നേരം കിടന്നോ, എന്നിട്ട് നമുക്ക് ഇച്ചിരി നേരം കിടന്നോ, വൈകിട്ട് അത്താഴം കഴിച്ച്. നിന്റെ കാര്യം എനിക്ക് കിടക്കാൻ സമയമൊന്നും ആയില്ല. ഇല്ലേ? ഇന്ന് പകലാണ്ടാ കിടക്കാം. ഇനി വൈകിട്ട് സമയമുണ്ട്, സന്ധ്യയാകാൻ സമയമുണ്ടല്ലോ. സന്ധ്യയാകാൻ സമയമുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയതല്ലേ ഉള്ളൂ. വൈകുന്നേരമൊന്നുമല്ല, നേരം വെളുത്തു. നേരം വെളുത്തൊന്നുമില്ല. നേരം വെളുക്കണേ ഇനിയും കിടക്കുവാ 12-14 മണിക്കൂർ. ഇരുട്ടാകാൻ പോകണേ ഉള്ളൂ. ഇരുട്ടാകാൻ പോകുന്നതേ ഉള്ളൂ. അതൊന്നുമല്ല. എത്ര സമയമായി സന്ധ്യയായിട്ട്? സന്ധ്യയായിട്ടോ? പിന്നെ പുറത്തോട്ട് വെട്ടം കാണുന്നില്ലേ? അത് കഴിഞ്ഞ് ഇവിടെ ഇന്ന് പിള്ളേരെന്തെല്ലാത്തിനും പോയി പ്രാർത്ഥിക്കാൻ പള്ളിയിലൊക്കെ ആയിട്ട്. ആണോ? പിന്നെ പള്ളിയിൽ മണിയടിച്ച് എല്ലാവരും പോയി. ഇപ്പം ആരെയും കാണുന്നില്ല. ഇനി ആരാ വരാനുള്ളേ? ഇനി വരാൻ ആളുണ്ടല്ലോ. ആരൊക്കെ? ഇവിടെയുള്ളവരൊക്കെ പോയിരിക്കുമല്ലോ എല്ലാവരും. ഇവിടെയുള്ളവരാരും വേറെ ആരും ഇല്ല ഇനി വരാൻ. എപ്പോഴാ വരുമെന്നൊന്നും അറിയത്തില്ല. ഇനി വേറെ ആരും വരാനൊന്നുമില്ല. പറഞ്ഞേച്ചും പോയിട്ടുമില്ല. ആരൊക്കെയാ വരാനുള്ളേ? ആരൊക്കെയാ വരാനുള്ളേ? ആരൊക്കെയാണോ ഞാൻ കണ്ടില്ല പോയത്. ഇവിടെ ഉള്ളവരാരൊക്കെ നമുക്ക് അറിയത്തില്ല. ഇവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഞാൻ അറിയണം. ആണോ? ഇവിടെ ആരൊക്കെ? പിള്ളേര് പറഞ്ഞാൽ ഞാൻ അറിയണം. ഇവിടെ ആരൊക്കെ ഉള്ളതിന്? എന്നാത്തിൻ്റെ? അത് മൊബൈലിൻ്റെ ചാർജറാ. ഇവിടെ അതിന് ആരൊക്കെ ഉള്ളേ? ഇവിടെ ആരൊക്കെ അതിനുള്ള പുറത്ത് പോയിട്ട് വരാൻ? നീ വേറെ അതൊക്കെ പാത്തുപോയി അടുത്ത് നോക്കാം. ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ ഇതിനൊക്കെ എന്താ തോന്നണ്ടേക്കാം. ഏത്? അതൊക്കെ സന്ധ്യ ആയില്ലല്ലോ. വെട്ടം കയറണ്ടേ? വെട്ടം കയറാൻ വേണ്ടി ഇട്ടിരിക്കുന്നല്ലേ? ഇതൊക്കെ മാറ്റിയത്. അത് വെട്ടം കയറട്ടെ. സന്ധ്യ ആയില്ലല്ലോ. 4 മണിയല്ലേ ആയുള്ളൂ. 4 മണിയല്ല, 4:30 ആകുന്നു. പിന്നെ ഇതിനെ അടച്ച കൂട്ടുന്നേ. അമ്മ പോയി കിടന്നോ, അവനെ വിളിച്ചോളാം. 3-4 വൈക്ക് നടത്തി 2ാമത്തെ വൈക്ക് പോകണം. ഒരാളാണ് എല്ലാം പോകും. ഇത് എങ്ങോട്ടായി പോകണേ? അതോരോ പണി കഴിഞ്ഞാൽ അവരെ വീട് വഴി പോകണമല്ലേ? അവരോരോ പണികൾ കഴിഞ്ഞാൽ അവരെ വീട് വഴി പോകുന്നതല്ലേ? പള്ളിയിൽ പോകണോ? പള്ളിയിലല്ലെന്ന് പണി ഓരോ പണിക്ക് പോയിട്ടേ തിരിച്ചവരെ വീട് വഴി പോണ. ഓരോ സ്ഥലത്തും പണി വെച്ചു എണ്ണയില്ല. എല്ലാം പോയി. എവിടെ? ഓരോ സ്ഥലത്തോട്ടും പോയി. ചുമ്മാ എങ്ങനെ എന്തിനാ പോണേ? നീ കിടക്കാൻ പോകും. പോയി കിടന്നോ. നീ കിടക്കണില്ലേ? ഞാൻ കിടക്കാറായില്ല. ഒന്നും കഴിക്കുന്നില്ലല്ലോ അല്ലേ? പിന്നെ കഴിക്കണം. കഴിക്കണമെന്നേ. കഴിക്കണം. പിന്നെ എന്നാ ഇഷ്ടമുള്ളതെന്ന് എടുത്ത് കഴിക്കും. കഴിക്കാം. നോക്കട്ടെ എന്നാ ഉള്ളതെന്ന്. കഴിക്കാതിരുന്നു.
ഇതൊക്കെ എന്നൊക്കെയാണ് എനിക്കൊന്നും അറിയില്ല. ആ ഞാൻ എടുത്ത് നോക്കിക്കോളാം. കുടിക്കാൻ ചൂടുവെള്ളമാണോ ഉം. എങ്ങനെയാന്നൊക്കെ നോക്കും. ഉം. പോവാണേ പോവും. ഉം. ആ പോവാ ഏ പോവാ എങ്ങോട്ടാ പോകണം? പുറത്തേക്ക് പോവാ പുറത്തേക്ക് ഏ പുറത്തേക്ക് പോകുവാ. പുറത്തേക്ക് എന്നാ പണിക്ക് പോവാ? പുറത്തേക്ക് ഇനിയിപ്പോൾ വൈകുന്നേരം ആയാലും ഇനി പണിയൊന്നുമില്ല. പണിയുണ്ടോ? പണിയൊന്നും ഇല്ലെന്നേ. തീറ്റ വിദേശെടുത്ത് തീറ്റ കഴിയുമ്പോൾ എടുത്ത് വെച്ച് കൂടിക്കൊണ്ട ഭാഗമൊക്കെ ആ ആ സമയം എന്നായി? സമയം 5 മണിയാകുന്നു. ഏ 5 മണിയാകുന്നേ ഉള്ളൂ. എത്രയാ? 5 മണി. രാവിലെയോ? വൈകുന്നേരം. ഏ വൈകുന്നേരം. വൈകുന്നേരോ? ഓ അതൊന്നുമല്ല. പിന്നെ എത്രയാ? അത് തലേ ദിവസത്തെ ആയിരിക്കും. തലേദിവസം സമയമാണ് ഇപ്പം പറയണേ. ഇപ്പോഴത്തെ സമയമല്ലേ അമ്മ ചോദിച്ചേ? ഏ ഇപ്പോഴത്തെ സമയമല്ലേ അമ്മ ചോദിച്ചേ? ഇപ്പോഴത്തെ സമയമല്ലേ ചോദിച്ചേ? സമയം അല്ലേ ചോദിച്ചത്? ഇപ്പൊ സമയം ഇപ്പോഴത്തെ ആൾക്കറിയും. ഇപ്പം 5 മണിയാകുന്നു. ആ ഇപ്പൊ നേരം വെളുത്ത് വരുവാ. നേരം വെളുത്തൊന്നുമില്ല. വൈകുന്നേരം 5 മണി. വെളുത്ത് വൈകുന്നേരം 5 മണി. പോയോ? അവിടുത്തെ ആൾ എവിടെ പോയി? ഇപ്പൊ ഇവിടെ കാണുന്നില്ല. ഇവിടെ ഇല്ലേ? വെക്കാൻ പോവാ. ഉം. എപ്പ ഏതതാ? ആണോ? മടുത്താ? മടുത്തോ? മടുത്തോന്ന്? അത് മറ്റന്നേ ആ എന്നാ പോയി കിടന്നോ. ഇത് വെള്ളം കുടിക്കാൻ നാക്ക് വെച്ച് വേണം. ആ എന്നാ വെച്ചാൽ വെള്ളം എടുത്ത് കുടിച്ചോ. വെള്ളം കുടിക്കാനോ ഒന്നോ അവിടേക്കും ആരുമില്ല. അവിടെ പിള്ളേരുടെ വസ്ത്രങ്ങൾ അല്ല വേറെ പുസ്തകങ്ങളും വേറെ ഒന്നുമില്ല. ഇവിടെയൊന്നും ഇല്ല. വീട്ടിലേക്ക് പോയേ അതാ അവനെ ഇവിടെ കാണുന്നില്ല. അപ്പം വീട്ടിലേക്ക് പോയി. ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. ഉം. എന്താ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. അമ്മ എന്തിനാ? അമ്മ ഒന്നും ചെയ്യണ്ട. അമ്മ ഇവിടെ ചുമ്മാ ഇരുന്നാൽ മതി. അമ്മ എന്തിനാ ചെയ്യുന്നത്? അമ്മ പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി. ഇല്ല അമ്മ പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി എന്ന്. ഇനിയിപ്പോൾ വന്നിട്ട് പോയി. ആ അത് അമ്മ പോയി പ്രാർത്ഥിച്ചോണ്ടിരുന്നോ. ഒരു കൊന്ത ചെല്ലിക്കോ പോയി. പോയൊരു കൊന്ത ചെല്ലിക്കോ. എന്നാ പോയി ഒരു കൊന്ത ചെല്ലിക്കോളാൻ. വന്നോളൂ. കൊന്തേ പോയി ചെല്ലിക്കോളാൻ. വെല്ലിക്കൊള്ളാൻ ആ കൊണ്ടുപോയി വെച്ചൊന്നും വായിക്കും. ആ ബാക്കിയുള്ള എല്ലാ പണിക്കും ഓടി നടക്കണം. ആ ഇപ്പോൾ ഒരു പണിക്ക് നോടണ്ട. ബാക്കിയുള്ളൂ ഒരു കൊച്ചു കിടക്കണം. അവരൊരു എന്ന് വെള്ളം എത്ര നാളായി ഇങ്ങനെ കിടക്കാനാ? ഇപ്പൊ അന്തം ബന്ധമായിട്ട് കിടക്കും. ആണോ? അന്തം ബന്ധമില്ലാതെ കിടക്കുവാണോ? ഏഹ് അന്തം ബന്ധമില്ലാതെ കിടക്കുവാണോന്ന്? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അതിനകത്തിന് അതൊക്കെ അസുഖമുണ്ട് ആർക്ക്? അവന്. എന്നാ അസുഖം? അതിന് മരുന്ന് കഴിക്കും. എന്നാ അസുഖം അതിനുള്ള? അവനെന്നാ അസുഖം? ഇല്ല അവനെന്നാ അസുഖം എന്ന്? അസുഖം എന്തെല്ലാം വേണം ആ ഇപ്പോഴത്തെ കാലം. അത് ഞാനൊന്നും കേട്ടില്ലല്ലോ. ഈ ഗ്യാസിൻ്റെ വല്ലതുമായിരുന്നു. ഏയ് വിശപ്പിൻ്റെ വിശപ്പ് ഗ്യാസിൻ്റെ അസുഖമുള്ളതായിട്ടൊന്നും ഞാൻ കേട്ടില്ല. അങ്ങനെയാണ്. പുറത്തോടെയൊക്കെ പോവുക വണ്ടിയെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഇതൊക്കെ ഉണ്ടാവും. ആ അത് ശരിയാ. അമ്മയൊന്ന് കാണാൻ പറ്റുന്നു. അമ്മയാ? അമ്മയൊക്കെ സ്വർഗത്തിൽ പോയില്ലേ? അമ്മയൊക്കെ സ്വർഗത്തിൽ പോയി. നീയുള്ള എലിക്കുട്ടി അമ്മയേ ഉള്ളൂ. എവിടെ? അമ്മയൊക്കെ സ്വർഗത്തിൽ പോയെന്നേ. സ്വർഗത്തിൽ സ്വർഗത്തിൽ. സ്വർഗത്തിലോ? ആ അതിൻ്റെടാ അത് ഒരു പുള്ളി ദൈവം അങ്ങ് വിളിച്ചോണ്ട് പോയി. അമ്മ ഇവിടെയുണ്ട്. ഇവിടെ ഉണ്ടോ? പിന്നെ ഇവിടെ എലിക്കുട്ടി അമ്മയേ ഉള്ളൂ. എൻ്റെ അമ്മയില്ലെന്നേ ഉള്ളൂ. ആ പിന്നെ ഏതമ്മയാ? ആ ഒരു അമ്മ ഇവിടെ ഉണ്ട്. അത് ശരിയാ, എലിക്കുട്ടി അമ്മയുണ്ട്. ഇവിടുത്തെ അമ്മയുണ്ട്. ആ ഇവിടുത്തെ അമ്മ എലിക്കുട്ടി അമ്മയുണ്ട്. ഞാനല്ല. പിന്നെ ഏതാ? പിന്നെ ആരാ അമ്മ? അമ്മയാ. ഏ ഞാനല്ലെന്ന് വേറെയാണ്. വേറെ ഏതമ്മ എവിടെയുള്ളത്? വേറെ ഇവിടെ അമ്മ ചേട്ടേലേക്ക് ആയിട്ട് ഇവിടെ വേറെ അമ്മയൊന്നുമില്ല. ഇവിടെ ഉള്ളവരെ എലിക്കുട്ടി അമ്മ മാത്രമേ ഉള്ളൂ. അമ്മേനെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് വെക്കുക. അമ്മനെ കല്യാണം കഴിച്ചിട്ട് വന്നാണോ? ആര്? ഇവിടെയുള്ളവർ. ആ ഇവിടുത്തെ വല്യപ്പനൊക്കെ. ആ വല്യപ്പൻ. വല്യമ്മയുടെ കാര്യമാണോ പറഞ്ഞത്? വല്യമ്മയൊക്കെ പോയില്ലേ? ഏ വല്യമ്മയൊക്കെ സ്ഥലം വിട്ട് പോയി ഇവിടുന്ന്.
വീട് വിട്ടുപോയോ? ആ വീടൊക്കെ വിട്ടുപോയി. വീടും നാടുമൊക്കെ വിട്ടുപോയി. വീട് വിട്ടൊക്കെ പോകും. ആ കുറേ കഴിയുമ്പോൾ എല്ലാം പോകും. ആ പോവും. പോകാതിരിക്കാൻ പറ്റിയല്ലോ. ബന്ധമില്ല ബന്ധമില്ലാതെയോ ആ അതെ അതെ. പോയായിരിക്കും. എങ്ങനെ ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അമ്മയ്ക്ക് ചെയ്യാൻ മേലേ? അത് എങ്ങോട്ട് പോയി? ഇവിടുത്തെ തള്ളയോ? എവിടല്ലേ ഇവിടുത്തെ വലിയ മൂത്ത ആദ്യം പോയതെന്നുള്ള ആദ്യം മുതലുള്ള തള്ള ഏതാ എനിക്കറിയത്തില്ല. അതേതാ എനിക്കറിയത്തില്ല. എന്നാ അതേതാണ് ആദ്യം മുതലുള്ള തള്ള? അത് ഏലിക്കുട്ടിയല്ലേ? അത് ഏലിക്കുട്ടിയല്ലേ? ഇവിടെ ആദ്യം മുതലുള്ള തള്ള ഏലിക്കുട്ടിയല്ലേ? ആദ്യം മുതലുള്ള അമ്മയാണ്. ആ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ ആ അമ്മനെ കെട്ടിക്കൊണ്ട് വരുമ്പോഴാണോ? വരുമ്പോൾ എന്തിനു മുമ്പ് ഉള്ളതാണ്. ആണോ? വന്നിട്ടുള്ള ആണോ? അന്നിവിടെ വേറെ പെണ്ണുങ്ങൾ കെട്ടി 2-3 പേര് വന്നതാണ്. ആരൊക്കെ? വേറെ ആരും ഇവിടെ കെട്ടിക്കൊണ്ട് വരാനുണ്ടായിരുന്നു? എൻ്റെ ചേച്ചിമാർ. ആ നമ്മുടെ ചേർത്തിമാരെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടാണോ വന്നേ? നമ്മുടെ ചേർത്തിമാരെയൊന്നും കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടല്ലല്ലോ വന്നേ? ഇങ്ങോട്ടല്ലേ? അല്ലല്ലോ. പിന്നെ ഇങ്ങോട്ടോ? അതോ വേറെ സ്ഥലം വഴിയല്ലേ? പിന്നെ പോന്നു. തെങ്ങ് വളഞ്ഞ് കുറ്റാൻ എനിക്കാണ്. അത് വെട്ടിക്കളഞ്ഞിട്ട് വേണ്ടി അത് ചേർണം. അടുത്ത് കയ്യും കാലും കൊണ്ട് മാത്രം ചെയ്യാവുന്നത് മാത്രം വെക്കണം. ബാക്കിയൊക്കെ ഉപേക്ഷിക്കണം. നേരായിട്ട് ഒന്നിനും കാണുന്നില്ല. നീ എവിടെയാണ് പോകണ്ടേ? എങ്ങോട്ടാണ് പോകണേ? ആണുങ്ങളും ഇല്ല പെണ്ണുങ്ങളും ഇല്ല. ആണുങ്ങളല്ലേ അവിടെ നിൽക്കണേ? അപ്പന്മാരും ഇല്ലാതെ എന്നാ ചെയ്യാൻ? ആണുങ്ങളല്ലേ അവിടെ നിൽക്കുന്നത്? 2 ആണുങ്ങൾ ഇവിടെ കണ്ടില്ലേ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. ആണോ? അത് പുളിയെ കളരിക്കായിട്ട് നടന്നിട്ട് കാര്യം. എന്നാ കളരിപ്പേറ്റ്? എനിക്ക് ആളുണ്ട്. എൻ്റെ അമ്മമാരും സഹോദരങ്ങളും ഒക്കെ അവർ വഴി ചായയുടെ മുതലും വേണ്ട, അപ്പത്തും വേണ്ട. നീനാടാ ഇങ്ങനെ കിടക്കണേ? ഒത്തിൻ്റെ ഇങ്ങനെ കിടക്കണം. വല്ല പഠിക്കാൻ മേല മോനെ. എന്നാ പറ്റിയ എന്നാ പറ്റിയ വരികയാണ്? ഇല്ലല്ലോ, പത്തോളം പോലെ. പിന്നെ ചുമ്മാ കിടക്കണം. എന്നാ പഠിക്കുമോ? പുസ്തകം എടുത്ത് പഠിക്കുവാന്നെ. ജീവിക്കാനുള്ള മാർഗമൊന്നുമില്ല. എല്ലാം തീരുക. വല്ലയിടത്തൊക്കെ പോയി ഇരിക്കുക കിടക്കൊക്കെ ചെയ്തവനാണ്. അല്ലാതെ ഒന്നും പറ്റിയ ആദ്യം അടുത്തിട്ട് അതൊക്കെ അടച്ചോളാം. ഇങ്ങനെ പോര്. അതൊക്കെ അടച്ചോളാന്നേ. ഇങ്ങനെ പോരാനേ. എന്നാ ഞങ്ങൾ അടച്ചോളാന്ന്. അടയ്ക്കാൻ സമയമായില്ല. എന്നത് വാതിലൊക്കെ എന്നാ വാതിലൊന്നും അടയ്ക്കാൻ സമയമായില്ലെന്ന്. എന്നാ ചെയ്യേ? വാതിലടയ്ക്കാനേ. എന്നാ ചെയ്യേ? വാതിലൊന്നും അടയ്ക്കാൻ സമയമായില്ലെന്നാ പറഞ്ഞേ. തുടയ്ക്കാനോ? അടയ്ക്കാൻ. അടയ്ക്കാൻ? ആ എവിടെ? വാതിൽ അടയ്ക്കണ കാര്യമാണ് പറഞ്ഞേ. ഡോർ അടയ്ക്കുന്ന കാര്യം. ആ അതൊക്കെ അടച്ചോ? കണ്ടെല്ലാം കയറി വരും. അടച്ചിട്ടില്ല, തുറന്നിട്ടേക്കണം. എന്നാ പരിപാടി? എന്നാ പരിപാടി? പേടിച്ചു പോയാ? എന്നെ പേടിക്കുന്നേ? ആ കഞ്ഞി കുടിക്കണ്ടേ? എന്നാ പറഞ്ഞേ? കഞ്ഞി കുടിക്കാറായി. ബാ കഞ്ഞി കഞ്ഞി അത്താഴം അത്താഴം കഴിക്കാറായി. വിവാനോട് എടുക്കുന്നുണ്ട്. പാലക്കാട് പോയി. ആ ബാ അത്താഴം കഴിക്കാറായിരുന്നു. അത്താഴം അത്താഴം കഴിക്കണ്ടേ? അത്താഴം എപ്പം? എവിടെ നിന്ന്?
ഞാൻ അത്താഴമൊന്നും കുടിച്ചില്ല. ആ കുടിച്ചില്ല, അതാ പറഞ്ഞ വാ അവനോട് എടുക്കുന്നുണ്ട്. നീ പോകുക. ഒന്ന് കഴിക്കുക വാ. ഇല്ലെങ്കിൽ വീട്ടിലോട്ട് നട്ടപ്പാതിരയ്ക്കാ. നട്ടപ്പാതിരയ്ക്കാണോ വീട്ടിൽ പോണേ? എന്നാ നട്ടപ്പാതിരയ്ക്കാണോ വീട്ടിൽ പോണേന്ന്? കഞ്ഞി കുടിക്കണ സമയമല്ലേ ആയുള്ളൂ. യുവാൻ അവിടെ അമ്മയ്ക്കുള്ള കഞ്ഞിയും കറിയൊക്കെ എടുത്തു വെക്കുന്നു. യോമോളെ ട്രെയിൻ 9:30 എറണാകുളത്തുനിന്ന്. അതുകൊണ്ട് കഞ്ഞിയോ? ഇപ്പോൾ കഴുകിയിട്ട് വാ. പോയി കഴുകിയിട്ട് വാ. കൈ കഴുകുന്നില്ലേ? ഇപ്പം കഞ്ഞി കുടിക്കാൻ പോയി കൈ കഴുകിയിട്ട് വാ. ബിബീന വരാറായില്ല. ബിബീന അടുത്ത മാസമേ വരുള്ളൂ. അവൾക്ക് അവധിയില്ല. ഇപ്പം പഠിത്തമല്ലേ, പഠിത്തമാണ് ഇപ്പം മെയിൻ പഠിത്തമാണ്. അതുകൊണ്ട് അവധിയില്ല. ആ എന്നാ മരുന്നല്ലേ ഇവിടെ കൊണ്ടിട്ടാണ്. അത് അവരാരുടെ അടുത്ത് കഴിച്ചതിൻ്റെ ഇന്നലെ പണിയാൻ പോയി. ഇറച്ചിയുടെ എല്ലോ? ഏയ് അത് ഇറച്ചി, നല്ല കഷ്ണം ഇറച്ചിയല്ലേ. എല്ലൊന്നുമല്ല, ഇറച്ചിയത്. പിന്നെ തിന്നാനല്ലേ, തിന്നാനല്ലേ ഇറച്ചിയൊക്കെ കൂട്ടണം. പ്രായമായ ഇറച്ചിയൊക്കെ കൂട്ടണം, എന്നാലേ ഉള്ളത്. മാംസ്യത്തിൻ്റെ ഒക്കെ കുറവുണ്ട്. അത് കണ്ണാടിയല്ലേ. ശകലം ഒഴിച്ചാൽ മതി. മതി മതി. ആണ്ടാ കൂടിപ്പോയെന്ന് തോന്നുന്നു. പുളിശ്ശേരി ആയണ്ടല്ലേ. പുളിശ്ശേരിക്ക് ഉപ്പ് വേണം അല്ലേ? ആയോ? മതിയാ? അമ്മയോ? അമ്മയല്ലേ ഇരിക്കുന്നേ? ഈ ഇരിക്കുന്ന അമ്മയല്ലേ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നത്? ആ അമ്മയല്ലേ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നേ. പിന്നെ ഏതമ്മയാ? ജോമോളമ്മയാണോ? ജോമോളമ്മ രാവിലെ പറഞ്ഞിട്ട് പോയതല്ലേ? അല്ല വൈകുന്നേരം രാവിലെ. അമ്മയുടെ അമ്മയൊക്കെ സ്വർഗത്തിലാ. അമ്മയുടെ അമ്മയൊക്കെ സ്വർഗത്തിലാ. സ്വർഗത്തിൽ. ആ അത് പോയിട്ട് കുറേ നാളായില്ലേ? പോയിട്ട് ഒത്തിരി നാളായില്ലേ? ആ കുറെ കൊല്ലായി. പയറുതോരനല്ലേ അത് വേണ്ടേ? പയറുതോരനല്ലേ അത് വേണ്ടേ? പയറുതോരനല്ലേന്ന്, അതൊന്നും കൂട്ടത്തില്ലേന്ന്. അമ്മയ്ക്ക് തോരൻ കറി വേണമെന്നും പറഞ്ഞ് ഞാൻ തോരൻ കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും തോരൻ കറി വേണമെന്നില്ല. അതവിടെ വെച്ചേര്, അവരെടുത്ത് വെച്ചോളൂ. ആരാ? ബിബീന ഇവിടെ ഇല്ലെന്നേ. ബിബീന ഇനി അവധിക്ക് ആയില്ല. ബിബീനയ്ക്ക് അവധി ആയില്ല. ബിബീനയ്ക്ക് അവധി ആയില്ലെന്നേ. ആ അവൾക്ക് അടുത്ത മാസം അവധി കിട്ടുള്ളൂ. അടുത്ത മാസം ഇനി അവധി കിട്ടുള്ളൂ. ഇപ്പൊ പഠിത്തത്തിന്റെ തിരക്കിലാ. ആ അടുത്ത മാസം അവധിയുള്ളൂ. അവള് പഠിച്ചോണ്ടിരിക്കുവല്ലേ. ആ അവിടെ വച്ചേര്. ആ
വീണ വരെ വന്നില്ല. ഇറങ്ങിപ്പോയോ? പാതിരായിക്കോ? ഒക്കത്തിൽ ലൈറ്റ് കിടന്നു. ഓഫ് ചെയ്തോ? സ്വിച്ച് അവിടെ ഉണ്ടോ? ഓഫ് ചെയ്യണ്ട, അത് പിന്നെ ഓഫ് ചെയ്തോളാം. കിടക്കാൻ നേരത്ത് അടയ്ക്കണ്ട. ആ അതെ, ഞങ്ങൾ കഞ്ഞി കുടിച്ചില്ലല്ലോ. കണ്ടാറ് ചാവും. അപ്പോൾ ഓഫ് ചെയ്യാം. കാര്യമില്ല, ഒരു ബന്ധമില്ല. ഉള്ളതൊക്കെ പോയി കിടക്കാം. പരിക്കാട്ട് കാണിക്കില്ല. ഇവിടെയുള്ള ഒറ്റയെണ്ണം കൂടാതെ എല്ലാവരും പോയോ? ആര്? ഞങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന കണ്ടില്ലേ? അമ്മമാരും മക്കളും ഒക്കെ. ഞങ്ങളല്ലേ അവിടെ നിൽക്കുന്നേ. മക്കളൊക്കെ അവിടെ നിൽപ്പില്ലേ? മക്കളൊക്കെ അല്ലേ അവിടെ നിൽക്കുന്നേ? മക്കൾ അല്ലേ നിൽക്കുന്നേ? എവിടെ? ഞാൻ വിമാനകത്തുണ്ട്. പിന്നെ ആരാ ഉള്ളേ? ഇത്ര നേരം ഇറക്കമില്ല, ഇനി പോയി കിടക്കും. കിടക്കാൻ സമയമായില്ല. കിടക്കാനുള്ള സമയമായില്ലെന്നേ. കിടക്കാനുള്ള സമയമായില്ല. നേരം വെളുത്തിട്ടായിരിക്കും. ആ, നേരം വിളക്കാൻ ഇനി ഒത്തിരി സമയമുണ്ട്. കുടിച്ചില്ലേ? ഇല്ല, കഞ്ഞി കുടിച്ചില്ല. ഇല്ലേ? കഞ്ഞി കുടിച്ചില്ല. കുടിച്ചതാണോ? ഇല്ല ഇല്ല. ആ, അതിന് കുളിച്ചൊക്കെ വരണ്ടേ? കുളിക്കാനൊക്കെ ഉണ്ട്. കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വേണം കഞ്ഞി കുടിക്കാൻ. കുളിച്ചിട്ട് വന്ന കഞ്ഞി കുടിക്കണം. ആ, അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.